ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് നിൽക്കാത്ത ബിദ്അത്താണ് എന്ന് പറയുന്ന മണ്ടന്മാർ ഈ അഹമ്മദ് സാഹിബ് ജയിച്ചിട്ട് ബിരിയാണി കൊടുക്കുന്നതിനെ പറ്റി മിണ്ടുന്നില്ല. ഈ അഹമ്മദ് സാഹിബ് ജയിച്ചതിന് പായസം കൊടുക്കുന്നതിനെ പറ്റി മിണ്ടുന്നില്ല. എന്താ മിണ്ടാത്തത്? അപ്പം പറയും അത് നമ്മളെ ദീനീ കാര്യമല്ല, ദീനീ കാര്യമല്ല. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ, നമ്മളെ ഈ ദീനീ കാര്യത്തിൽ ഉണ്ടാക്കുക. അതുപോലെ മാ ലൈസ മിൻഹു എന്ന് കൂടി ഉണ്ട്, അവിടെയും കൂടി ശ്രദ്ധിക്കണം. മാ ലൈസ മിൻഹു, ദീനിന്റെ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെടുന്നതല്ലാത്ത കാര്യം ഉണ്ടാക്കുക. ദീനീ കാര്യം തന്നെയാ ദാനം. ഈ അഹമ്മദ് സാഹിബ് ജയിച്ചിട്ട് സന്തോഷം തോന്നുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല ശുക്രിന്റെ പണി തന്നെയാണ് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കല്. ഇത്ര നല്ല പണിയില്ല. ഇത് നമ്മൾ സുന്നിയക്ക് ശരിക്കും പറയാം. എന്താ കാരണം? അവർക്കിഷ്ടപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ജയിച്ചപ്പോൾ പടച്ചോനെ ഞങ്ങളെ സ്ഥാനാർത്ഥി ജയിച്ചല്ലോ എന്നൊരു സന്തോഷം രേഖപ്പെടുത്താൻ സാധുക്കൾക്ക് ബിരിയാണി കൊടുക്കുക, പായസം വെച്ച് കൊടുക്കുക എന്ന പണിയാണെങ്കിൽ ഏറ്റവും നല്ല പ്രതിഫലാർഹമായ നല്ല പുണ്യകർമ്മമാകുന്നു അത്. പക്ഷേ സുന്നത്താട്ടോ ബിദ്അത്തുവാ, സുന്നത്താകുന്നതിനോടൊപ്പം ബിദ്അത്തുവാ. നബിന്റെ കാലത്തില്ല. അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ കാലത്ത് സാന്ദർഭികമായി വരുന്ന കർമ്മങ്ങൾക്കടക്കം വിധി വേണം ശരീഅത്തില്. ശരീഅത്തിൽ ഈ വിധികളില്ലെങ്കിൽ ശരീഅത്ത് സമ്പൂർണ്ണമല്ല, ശരീഅത്ത് കുറ്റമറ്റതല്ല. ഉസൂലും ഫുറൂഉം ക്രമമായി വിവരിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ശരീഅത്തിൽ ഫുറൂഅ് തീരൂല. ഫുറൂഅ് ഖിയാമത്ത് നാൾ വരെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ശാഖാപരമായി മനുഷ്യന്മാർ ചെയ്യുന്ന സകല പ്രവർത്തനങ്ങൾക്കും, മനുഷ്യന്മാർ കാലാകാലങ്ങളിൽ ഉണ്ടാക്കുന്ന സകല ആചാരങ്ങൾക്കും എല്ലാ അർത്ഥത്തിലും പ്രമാണങ്ങൾ കൊണ്ട് വിധി കണ്ടെത്തണം. ഇത് കണ്ടെത്തുന്നവരാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ. അവർ നമ്മൾ ചെയ്യുന്ന സദാചാര കർമ്മങ്ങൾക്ക് പുണ്യകർമ്മമെന്ന് വിധി എഴുതുന്നതേ നമ്മൾ ചെയ്യാറുള്ളൂ. മൗലൂദ് അതിൽപ്പെട്ടതാണ്. നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളൊക്കെ അതിൽപ്പെട്ടതാണ്. റബീഉൽ അവ്വൽ കാലത്ത് ചെയ്തതും ഇതാണ്. ഇതൊക്കെ ശാപ്വാട്ടരാമന്മാരുണ്ടാക്കിയതാണ്, മോശപ്പെട്ടവരുണ്ടാക്കിയതാണ് എന്നറിയുന്നത് ചിന്തിക്കാറില്ല. സ്വലാഹുദ്ദീൻ അയ്യൂബി എന്ന ആള് മോശമാണോ അതോ നല്ല ആളാണോ? സകല ചരിത്രകാരന്മാരും അദ്ദേഹത്തെ വിവരിക്കുന്നത് റഹ്മഹുല്ലാ എന്ന് പറഞ്ഞുകൊണ്ടാ. അള്ളാഹു അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യട്ടെ എന്ന്. ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശ്ശഹാദ എന്ന് അദ്ദേഹം ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് മരിക്കാൻ കിടക്കുമ്പോൾ തന്റെ മുമ്പിൽ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് വിളിച്ച അശ്ശൈഖ് അബൂ ജഅഫർ എന്ന ഇമാം അദ്ദേഹത്തിന്റെ മുൻപിൽ രാത്രി മുഴുവൻ പാർക്കുന്നു. പാർക്കുമ്പോൾ തന്റെ മുമ്പിൽ ഖുർആൻ ഓതുന്നു. ഷഹാദത്ത് ആവശ്യമുള്ളത് ചൊല്ലിക്കൊടുക്കുന്നു. ആ ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കുന്ന ഷെയ്ഖ് അബൂ ജഅഫർ എന്നവർ അദ്ദേഹത്തിന്റെ അടുക്കൽ വെച്ച് ഹുവല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശ്ശഹാദ എന്ന് ഓതുന്ന സമയത്ത് അതേ എന്ന് പറഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി വഫാത്തായ മഹാനായ ഭരണാധികാരിയാണ് കുരിശ് സേനയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിന് മോചനം നൽകിയ ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ അയ്യൂബി വഫാത്തായിട്ട് ജാമിഉൽ ഉമവി എന്ന് പറയുന്ന ഡമാസ്കസിലെ വലിയ പള്ളിയിൽ 3 ദിവസം കണ്ണോക്കേനു. 3 ദിവസം സാധാരണക്കാരും വലിയവരും എല്ലാവരും വന്നിട്ട് അവിടത്തെ ആ കണ്ണോക്കിൽ പങ്കെടുത്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അല്ലാമ ഇബ്നു കസീർ അടക്കമുള്ള പണ്ഡിതന്മാർ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം നിയോഗിച്ച അദ്ദേഹത്തിന്റെ പെങ്ങളുടെ മകനാണ് അൽ മലിക്കുൽ മുളഫർ അബൂ സഈദ് കൂക്കുബരി എന്ന് പറയുന്ന മഹാൻ. ആ മഹാൻ അദ്ദേഹത്തിന്റെ ജീവിത സമയത്ത് അവസാനം വരെ 5 ദിർഹമിന്റെ കുപ്പായ ധരിച്ചിരുന്ന. 5 ദിർഹമിന്റെ കുപ്പായം, 5 റുപ്യന്റെ കുപ്പായം ധരിച്ച അദ്ദേഹത്തോട് ഭാര്യ ചോദിച്ചു, നിങ്ങൾ എത്ര ലക്ഷം പൊന്നാണ് റബീഉൽ അവ്വലിന് ചെലവഴിക്കുന്നത്? എത്ര ലക്ഷം പൊന്നുകളാണ് വിരുന്നുകാർക്ക് ചെലവഴിക്കുന്നത്? എത്ര ലക്ഷം പൊന്നുകളാണ് ഹാജിമാർക്ക് വഴിയാത്രക്കാർക്ക് വെള്ളം കൊടുക്കാൻ ചെലവഴിക്കുന്നത്? നിങ്ങൾക്കൊരു കുപ്പായമിടാൻ നിങ്ങളുടെ കയ്യിൽ പണമില്ലേ എന്ന് ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എന്റെ ശരീരത്തിൽ ഇടാൻ വേണ്ട കുപ്പായം നശിക്കാനുള്ള കുപ്പായമാണ്. മരിക്കാൻ പോകുന്ന എനിക്കെന്തൊരു കുപ്പായം? ഞാൻ ഈ ചെയ്യുന്നതൊക്കെ പുണ്യകർമ്മങ്ങളാണ്, സത്കർമ്മങ്ങളാണ്, ആഖിറത്തിൽ പുണ്യം കിട്ടുന്നതാണ്, അള്ളാഹുവിന്റെ ദീനിലാണ്, ഫുഖറായിനാണ്, നിർധനന്മാർക്കാണ്. എനിക്ക് ധരിക്കാൻ ഞാൻ പണം ചെലവഴിക്കൂല എന്ന് പറഞ്ഞ് 5 റുപ്യന്റെ കുപ്പായമിട്ട് അതുകൊണ്ട് തന്നെ മരിച്ച മഹാനാ ബഹുമാനപ്പെട്ട അൽ മലിക്കുൽ മുളഫർ അബൂ സഈദ് കൂക്കുബരി എന്ന് പറയുന്ന മഹാൻ. അദ്ദേഹമാണ് 1,80,000 പൊന്ന് കൊല്ലം റബീഉൽ അവ്വലിൽ മൗലിദ് കഴിക്കാൻ ചെലവഴിക്കുക. ആ ഭക്തരിൽ ഭക്തരായ അദ്ദേഹത്തിന്റെ കാലത്തുണ്ടാക്കപ്പെട്ട മൗലിദും ആഘോഷവും അന്നത്തെ ദാനധർമ്മങ്ങളും നന്നെന്ന് പറഞ്ഞ പണ്ഡിതന്മാര് തീറ്റ ഹാപ്പാട്ടുരാമന്മാർ, തീറ്റക്കൊതിയന്മാർ എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? ചരിത്രം വായിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ പഠിക്കൂലേ?
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ പുണ്യ ഇമാമുകളും നമ്മുടെ ഗ്രന്ഥങ്ങളും നബി തങ്ങളുടെ ഹദീസിനെയും പ്രമാണങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് സുന്നത്താണെന്നും പുണ്യമാണെന്നും കൽപ്പിച്ചിട്ടുള്ള ബിദ്അത്തുകളാണ്. അത്തരം ബിദ്അത്തുകൾ അനിസ്ലാമികമല്ല. പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ ബിദ്അത്തുകൾ അനിസ്ലാമികം. പ്രമാണങ്ങളോട് യോജിക്കുന്ന ബിദ്അത്തുകൾ ആ പ്രമാണങ്ങളുടെ തേട്ടപ്രകാരം ഇസ്ലാമികം. വാജിബാണെങ്കിൽ വാജിബ്, സുന്നത്താണെങ്കിൽ സുന്നത്ത്, അനുവദനീയമെങ്കിൽ അനുവദനീയം. മക്റൂഹത്തും മുഹറമത്തുമായ ഹറാം ബിദ്അത്തുകളെ അനിസ്ലാമികമാകൂ. അത്തരം ബിദ്അത്തുകളാണ് വിശ്വാസത്തിലുള്ള മുഴുവൻ ബിദ്അത്തുകളും. അതുകൊണ്ട് പരമ്പരാഗതമായ മുസ്ലിം വിശ്വാസത്തിന് വിരുദ്ധമായി ഉണ്ടാക്കപ്പെടുന്ന മുഴുവൻ ബിദ്അത്തുകളും വിശ്വാസപരമായ ബിദ്അത്തുകൾ എന്നതിൽ ഉൾക്കൊള്ളും. ആ വിശ്വാസപരമായ ബിദ്അത്തുകൾ തീർത്തും അനിസ്ലാമികമാണ്. ഈ വസ്തുത ബിദ്അത്ത് സംബന്ധിച്ച് വസ്തുനിഷ്ഠമായി മനസ്സിലാക്കി വേണം ബിദ്അത്ത് അനാചാരം അനാചാരം എന്ന് നാഴികക്ക് 40 വട്ടം ജൽപ്പിക്കുന്നവരുടെ പ്രസംഗങ്ങളും അവരുടെ ലേഖനങ്ങളും ഒക്കെ നമ്മൾ വായിക്കാൻ, തെറ്റിദ്ധാരണയിൽ അകപ്പെടരുത്. വിഷയം മനസ്സിലാക്കാതെ നമ്മൾ കുഴങ്ങരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിനെ ഹക്കായി മനസ്സിലാക്കാൻ, ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്കിനോട് പിൻപറ്റി ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ബാത്തിലിനെ നിരാകരിക്കുവാനും തള്ളാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.